ചൈന ഇപ്പോൾ നാഥനില്ല കളരി പോലെ ആയി എന്നാണ് പലരും പറയുന്നത്. ചൈനയുടെ ഭരണാധികാരി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ കാണാനില്ല, എന്തോ അസുഖമാണെന്ന് പറയുന്നുണ്ട്, മനഃപൂർവ്വം പുറത്തു വരാത്തതെന്ന് പറയുന്നുണ്ട്. ഒരിടത്ത് ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്ന സമയത്തും ഷീ ജിൻപിങ് വരുന്നില്ല എന്ന അറിയിപ്പാണ് കിട്ടിയത്. യഥാർത്ഥത്തിൽ ആരെങ്കിലും തട്ടിക്കളഞ്ഞോ? വലിയ ദുരൂഹതയുടെ ചിത്രമാണ് ചൈന എക്കാലത്തും പുറത്തേക്ക് പ്രകടമാക്കിയിട്ടുള്ളത്. അവിടെ എന്ത് സംഭവിക്കുന്നുവെന്ന് അറിയില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയ മേഖലയിൽ ഈ ചൈനയുടെയും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെയും ഒക്കെ പ്രവർത്തനത്തെ ഇരുമ്പ് മറക്കകത്ത് ഉള്ള പ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ശരിക്കും ഈ അയൺ കർട്ടൻ എന്ന് പറയുന്ന പ്രയോഗം തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ്. കാരണം അവിടെ നടക്കുന്ന ഒരു കാര്യവും പുറത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ അറിയാനായിട്ടുള്ള സംവിധാനമില്ല. എന്നുവെച്ചാൽ രഹസ്യ സംവിധാനത്തിനകത്തുള്ള പ്രവർത്തനങ്ങളാണ്. ചൈനയുടെ ഇപ്പോഴത്തെ പ്രവർത്തനവും മുൻകാലത്തെ പ്രവർത്തനമൊക്കെ അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് പലതരത്തിലുള്ള സൂക്തങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ പൂച്ച വെളുത്തായാലും കറുത്തായാലും എലിയെ പിടിച്ചാൽ മതി. ഈ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കാലത്തെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ അവരുടെ ഒരു മാർക്സിയൻ സിദ്ധാന്തമൊക്കെ അവർ സമ്പൂർണ്ണമായിട്ട് വിഴുങ്ങി പുതിയൊരു കാലത്ത്, എന്ന് വെച്ചാൽ ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംവിധാനത്തിനകത്ത് രൂപപ്പെട്ട ഒരു ചട്ടക്കൂടുണ്ട്. രാഷ്ട്രീയ ചട്ടക്കൂട്, പ്രവർത്തന ചട്ടക്കൂട്, അതുപോലെ തന്നെ പാർട്ടി ചട്ടക്കൂട്. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി, അതവർ ഏറ്റെടുത്തു. എന്നാൽ മാർക്സിസം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ട് അവർ ഉപേക്ഷിച്ച് അതിന് പകരം എന്ത് ചെയ്ത് ക്യാപിറ്റലിസം അവർ നടപ്പിലാക്കി. എന്നുവെച്ചാൽ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു വലിയ വിജയഗാഥയായിട്ട് ചൈന മാറി. അങ്ങനെയാണ് ചൈന ലോകത്തെ ഏറ്റവും മികച്ച ഒരു സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അമേരിക്കയെ പോലും വളരെ എളുപ്പത്തിൽ വെല്ലുവിളിക്കാവുന്ന സാമ്പത്തിക ശേഷി യഥാർത്ഥത്തിൽ ഇപ്പോൾ ചൈനക്കുണ്ടായത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഒരു ബ്ലെൻഡിങ്ങിലൂടെ, അതായത് മാർക്സിസത്തിൽ നിന്ന് അവരെന്തെടുത്തു എന്ന് ചോദിച്ചാൽ അവരെടുത്തത് ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനങ്ങൾ, ചോദ്യം ചെയ്യപ്പെടാതെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാനായിട്ട് കഴിയുന്ന ഒരു പാർട്ടി ചട്ടക്കൂട് അവർ സ്വന്തമാക്കി. അങ്ങനെ ചൈനയിൽ ആരും ഭരണകൂടത്തിനെതിരെ സംസാരിക്കില്ല. വലിയൊരു പ്രതിഷേധം നമ്മൾ കണ്ടത് ടിയാൻമെൻ സ്ക്വയറിലായിരുന്നു. 10,000 വിദ്യാർത്ഥികളെ വെടിവെച്ച് വന്ന് കശാപ്പ് നടത്തി അവരെ നിശബ്ദരാക്കി. അതിനുശേഷം പിന്നീട് ഈ ചൈനയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. അത് സാമ്പത്തികമായിട്ടുള്ള വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ, വളരെ അത്ഭുതങ്ങളാണ്. നമ്മളിപ്പോൾ അവരുടെ തെരുവീതികൾ, അവരുടെ അതേപോലെ തന്നെ വികസന മേഖലകൾ, അതൊക്കെ കണ്ടാൽ നമ്മൾ കണ്ണഞ്ചിച്ച് നിന്നുപോകും. ആ രീതിയിലൊക്കെ മാറ്റിയെടുക്കാൻ അവർക്ക് കഴിയും. അങ്ങനെ മാറ്റിയെടുക്കുന്നതിനിടയിലാണ് നമ്മളുടെ ഈ പുതിയ ചൈനയുടെ ഇപ്പോൾ കാണാത്ത ആ പ്രതിഭാസം അയാളെ കാണുന്നില്ല. അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയാനും പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അയാളൊരു കാര്യം ചെയ്തു, ചൈനീസ് പാർട്ടിയുടെ ഭരണഘടന മാറ്റി എഴുതി ആജീവാനന്ദ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം മാറിയെന്നാണ്, അല്ലേ? അദ്ദേഹമാണ്, അദ്ദേഹത്തിന് മരിക്കുന്ന വരെ എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഉള്ള പരിപാടികളൊക്കെ നടത്തി. ഇപ്പോൾ അദ്ദേഹത്തെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് എല്ലാവരും കരുതുന്നത് അദ്ദേഹം ചത്തുപോയി എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗത്തിന് വിധേയമായിരിക്കുന്നു. അതുകൊണ്ട് നാഥനില്ലാത്തൊരവസ്ഥയിലേക്ക് ചൈന എത്തിയെന്ന് ചോദിച്ചാൽ ഇല്ല. ചൈനയ്ക്ക് നാഥനുണ്ടല്ലോ, അവരുടെ ഒരു പ്രത്യേക ചട്ടക്കൂടാണ് നിലനിൽക്കുന്നത്. പക്ഷേ അതിനെ നിയന്ത്രിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയാണ് ഇപ്പോൾ നമുക്ക് കാണാനില്ലാത്തത്. അല്ലെങ്കിൽ അദ്ദേഹം അജ്ഞാത ലോകങ്ങളിൽ മറഞ്ഞിരിക്കുന്നു. എവിടെ അദ്ദേഹം എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. എനിക്കൊന്ന് തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞത് അദ്ദേഹത്തെ ഇല്ലാതാക്കി എന്ന്, അല്ലേ? അങ്ങനെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം മിലിറ്ററി സർവീസിൽ നിന്നൊക്കെ വളരെ പ്രഗത്ഭരായ കുറേ പേരെ മാറ്റി, അവർക്ക് ഇദ്ദേഹത്തോട് വൈരാഗ്യമുണ്ട് എന്നൊക്കെയുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ മാറാരോഗം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ആളുകൾ പറയുന്നത് ഇദ്ദേഹത്തോടൊപ്പം എപ്പോഴും കുറേ ആളുകളുണ്ട്, അവർ പോലും പൊതുപരിപാടികളിലോ സർക്കാർ പരിപാടികളിലോ പങ്കെടുക്കുന്നില്ല. അങ്ങനെ പങ്കെടുത്താൽ ഷീ ജിൻപിങ്ങിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ പോലും ഈ പരിപാടികളിൽ പങ്കെടുക്കാത്തത് എന്നുള്ള ഖ്യാതികളാണ് പരക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് സംശയം തോന്നുന്നത്. ഉച്ചകോടികൾ പങ്കെടുക്കുന്നില്ല, അതിന് കാരണം പറഞ്ഞൊഴിയുന്നു. ഇവരുടെ തന്നെ മീറ്റിങ്ങുകളിൽ, ചൈനയുടെ തന്നെ പല മീറ്റിങ്ങുകളിൽ ഷീ ജിൻപിങ് പങ്കെടുക്കുന്നില്ല. കുറേ നാളുകളായി പുറം ലോകവുമായി ഷീ ജിൻപിങ്ങിന് ഒരു ബന്ധവും ഇല്ല എന്നാണ് പറയുക. ഏറ്റവും അടുത്ത അനുയായികൾക്ക് പോലും അറിയില്ല
ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ്. കാരണം ശത്രുക്കൾ ഒരുപാട് ഉണ്ട്. ആ സ്ഥിതിക്ക് ചില വ്യാഖ്യാനങ്ങൾ അങ്ങനെയും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഷി ജിൻപിങ് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ചിത്രത്തിലില്ല. ഇല്ല, അദ്ദേഹം ഒന്നില്ലെങ്കിൽ വിസ്മൃതനായി കഴിഞ്ഞിരിക്കുന്നു, എന്നുവെച്ചാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാരകമായിട്ടുള്ള രോഗമുണ്ടാകാം. അത് രണ്ട്. മൂന്നാമത്തത് ഒന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ശത്രുക്കളുടെ പിടിയിലായി അദ്ദേഹം ഏതെങ്കിലും ഇരുട്ടറയിലാകാം. അപ്പോൾ ഷി ജിൻപിങ് ഇരുട്ടറയിലാണോ എന്നതാണ് പുതിയ ചോദ്യം. കാരണം ഈ സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്നിടത്ത് സ്വേച്ഛാധിപതികൾ എപ്പോഴാണ് കൽത്തുറുങ്കളിൽ അടക്കപ്പെടുക എന്നുള്ളത് അറിയില്ല. അവർക്ക് സ്വേച്ഛാധിപത്യ ഭരണം നടത്താനും അവരുടെ ശത്രുക്കളായ മുഴുവൻ ആളുകളെയും കൽത്തുറുങ്കലിൽ അടക്കാനും കൊല്ലാനും ഒക്കെ കഴിയുമെങ്കിൽ പോലും അതേ വിധി ഇവർക്കും വേണമെങ്കിൽ കിട്ടാം. അപ്പോൾ ഷി ജിൻപിങ്ങിന് ഇപ്പോൾ അത് സംഭവിച്ചോ എന്ന് വേണമെങ്കിൽ സംശയിക്കാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടുത്തെ അധികാര വടംവലികളൊക്കെ നടന്ന് അങ്ങനെ പോയിട്ടുണ്ടോ എന്നും സംശയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള അട്ടിമറികൾ നടന്നാൽ അത് അന്ന് അറിഞ്ഞില്ലെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോഴെങ്കിലും പുറത്തു വരില്ലേ? അതെ, അതാ മാഷെ ഞാൻ ചോദിക്കുന്നത്. ഈ അവിടുത്തെ ഒരു ഭരണഘടന തന്നെ മാറ്റി എഴുതിയ ആളാണ് ഷി ജിൻപിങ്. അപ്പൊ ഇദ്ദേഹം മരിച്ചു എന്ന പൂർണ്ണ ബോധ്യം പുറത്തു വന്നാൽ മാത്രമല്ലേ അടുത്ത ആൾക്ക് പ്രസിഡന്റ് ആകാൻ കഴിയുകയുള്ളൂ. അപ്പൊ അത്തരത്തിൽ കൽത്തുറങ്കിൽ അടച്ചാലും ഷി ജിൻപിങ് തന്നെയാണ് അവിടുത്തെ പ്രസിഡന്റ്, അല്ലെ? പിന്നെ അപ്പൊ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇദ്ദേഹം മരിച്ചു എന്ന് പുറം ലോകത്തെ അറിയിക്കണ്ടേ, എന്നാലല്ലേ അടുത്ത ആൾക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകൂ, അല്ലെങ്കിൽ അടുത്ത ആളുടെ പ്രസിഡന്റ് ആക്കാൻ കഴിയൂ. അതൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യരുടെ യുക്തികളാണ്. അയ്യോ, അയാളെ കാണാനില്ല, അയാളെ അധികാരത്തിൽ മാറ്റിയാലേ മറ്റൊരാളെ അധികാരത്തിൽ സ്ഥാപിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതൊന്നുമല്ല. ഈ സ്വേച്ഛാധിപതികളുടെ ഇരുണ്ട ലോകങ്ങളിലെ നിയമങ്ങളും യുക്തികളും വ്യത്യസ്തമാണ്. ഇയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ മറ്റൊരാൾക്ക് അധികാര സ്ഥാനത്തേക്ക് വരാനായിട്ട് കഴിയും. ഇയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇയാളെ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ട് ഇയാൾക്ക് പകരമായിട്ട് മറ്റാളുകൾക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും. എന്തിനും സാധ്യതകളുണ്ട്. ആ സാധ്യതകളൊക്കെ അവിടെ പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നും വേണമെങ്കിൽ നമുക്ക് കരുതാം. നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കാം. നമ്മൾ മാത്രമല്ല, ഇന്ന് ലോകം മുഴുവനും ചൈനയ്ക്ക് പുറത്തുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള ഒരുപാട് ഊഹാപോഹങ്ങൾ മേഞ്ഞ് ശരിക്കും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ആ തരത്തിൽ ഇമാജിനേഷൻസിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ടുള്ള സ്പേസ് അല്ലെങ്കിൽ ഒരു വാക്വം അവരവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ടാണ് നമുക്കെല്ലാം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനായിട്ട് പറ്റുന്നത്. എന്തായാലും ചൈനയുടെ മറ്റിടപാടുകളെ എന്നുവെച്ചാൽ ചൈന ലോകത്ത് നടത്തുന്നതായിട്ടുള്ള ഇടപാടുകളിലൊന്നും ഇത് പ്രതിഫലിക്കുന്നില്ല. പക്ഷേ ചൈനയെ സംബന്ധിച്ച് ചൈനയെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രാജ്യമാണ്. മറ്റു രാജ്യങ്ങളെ നശിപ്പിക്കാൻ എന്ത് തരത്തിലുള്ള നടപടി അവർ സ്വീകരിക്കും? അങ്ങനെ വല്ല വൈറസ് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അങ്ങേര്. അതിന് പക്ഷേ ഇദ്ദേഹത്തെ ഒളിവിലിരുത്തിയോ അല്ലെങ്കിൽ മറവിലിരുത്തിയോ ചെയ്യേണ്ട കാര്യമില്ല. അത് അവരുടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ലബോറട്ടറി പരീക്ഷണങ്ങളിലൊക്കെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കോവിഡ് കാലത്ത് പോലും ചൈനയെ സംശയിക്കാനായിട്ട് കാരണമായി തീർന്നത്. കാരണം ഇത്തരം നിരന്തരം പരീക്ഷണങ്ങൾ നടത്തി ആ പരീക്ഷണങ്ങൾ കൊണ്ട് ലോകത്ത് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ പലതരത്തിലും എല്ലാ രാഷ്ട്രങ്ങളും ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ ഒന്നാമത്. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഞാനാണ് ഈ ലോകം ഭരിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. ഷി ജിൻപിങ് അങ്ങനെ തന്നെ വിചാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾ തന്നെയാണ്. കാരണം അതിനുള്ള ഒരു അമിതാധികാര സംവിധാനം അവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ കാര്യം അത് നമുക്കറിയില്ല എന്താ സംഭവിച്ചിരിക്കുന്നത്. ഈ സ്വേച്ഛാധിപതികളുടെ എല്ലാത്തിന്റെ അവസാനം ഇങ്ങനെ ആയിരിക്കും അല്ലേ? കേരളത്തിലൊക്കെ ഇത്തരം സ്വേച്ഛാധിപതികൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിന്റെ അവസാനം ഇങ്ങനെ ആയിരിക്കും അല്ല? സ്വേച്ഛാധിപതികൾ ഏത് സ്ഥലത്തായാലും അവർക്ക് ഒരു പ്രത്യേക വിധി കാത്തുവെച്ചിട്ടുണ്ട്. ഹിറ്റ്ലറാണ് അതിന് നമുക്ക് ഏറ്റവും നല്ല പാഠമായിട്ട് നിൽക്കുന്നത്. ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ എങ്ങനെയാണ് ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷരായത്, അതേപോലെ തന്നെയായിരിക്കും ലോകത്തുള്ള എല്ലാ സ്വേച്ഛാധിപതികളും അപ്രത്യക്ഷരാവുക. അവരെ കാത്തിരിക്കുന്ന വിധിയും അതൊക്കെ തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വിധിക്ക് അവർക്ക് അവകാശമില്ല എന്നുള്ളതാണ്.